ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الصلاة على النبي والصلاة على الرسول الشفيع الأبطال والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. മക്കയുടെ മണൽക്കാറ്റിൽ അന്നൊരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. ആ തിങ്കളാഴ്ച പുലർച്ചെ ആ കണ്ണുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചു. വേദനയുടെ നിമിഷങ്ങൾക്കപ്പുറം ആമിനയുടെ മടിയിലേക്ക് ആ കുഞ്ഞ് പിറന്നു വീണു. അബ്ദുള്ളയുടെ രൂപസാദൃശ്യമുള്ള കറുത്ത ഉണ്ട കണ്ണുകളുള്ള തേജസ്സുള്ള നെറ്റിയുള്ള ആ പിഞ്ചോമനിയെ ആമിന ബീവി നെഞ്ചോട് ചേർത്ത് വെച്ചു. ഖുർആൻ ഭൂമിയിൽ അവതരിക്കാൻ കാത്തിരിക്കുന്ന ലോകത്തിന്റെ കാരുണ്യമായി അയക്കപ്പെട്ട ആ കുഞ്ഞോമനയെ കണ്ടപ്പോൾ ആമിനയുടെ അധരങ്ങളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അതൊരു സാധാരണ പുഞ്ചിരിയായിരുന്നില്ല. അന്ന് മക്കക്കൂടിലിനുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നീ. അമ്പരത്തിൻ കോണിൽ നിന്നും മലക്കുകൾ ചിന്ത് പാടിടുന്നേ. അന്ന് മക്കക്കൂടിലിനുള്ളിൽ ഒരു ചന്ദ്രമുഖം പൂണ്ടു നിന്നേ. അമ്പരത്തിൻ കോണിൽ നിന്നും മലക്കുകൾ ചിന്ത് പാടിടുന്നേ. അന്ധതയും മൂടിയെന്ന് അഗ്നി കെട്ടടഞ്ഞ വീടുടഞ്ഞ് ആമിന ബിക്കുമരയാടുന്ന് അന്ന് പകലിൻ കണ്ണ് തുറന്ന് പൈതൽ പിറന്ന്. അന്ന് പകലിൻ കണ്ണ് തുറന്ന് പൈതൽ പിറന്ന്. പിതാവിന്റെ മരണവാർത്ത മക്കയിൽ എത്തിച്ചേരുമ്പോൾ ആമിന ബീവി പൂർണ്ണ ഗർഭിണിയായിരുന്നു. തന്റെ ഏക അവലംബം നഷ്ടപ്പെട്ട വേദനയിൽ ആമിന കഴിയുമ്പോഴാണ് ലോകത്തെ മുഴുവൻ ആശ്വസിപ്പിക്കാനുള്ള ആ ദിവ്യ ശിശു ജനിക്കുന്നത്. അങ്ങനെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അനാഥനായി പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാതെ വളരേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിലെ എല്ലാ അനാഥർക്കും ദുർബലർക്കും മാതൃകയായി മാറി. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനയോർത്ത് വേദന കോരൂത്ത്. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനയോർത്ത് വേദന കോരൂത്ത്. പിതാവിന്റെ ഓർമ്മ പോലും അറിയാതെ വളർന്ന 6 വയസ്സുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ ഏക തണലായിരുന്ന ആമിന ബീവിയോടൊപ്പം യസ്രിബിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു അബ്ദുള്ളയുടെ ഖബർ സന്ദർശിച്ചതിൻ്റെയും ബന്ധുക്കളോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെയും മധുരം ആ കുഞ്ഞു മനസ്സിൽ മായാതെ നിന്നു. എന്നാൽ മരുഭൂമിയുടെ നിശബ്ദത ആ സന്തോഷത്തെ അധിക നാൾ നിലനിർത്തിയില്ല. മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള വിജനമായ സ്ഥലമായ അബവായിൽ വെച്ച് ആമിന ബീവിക്ക് രോഗം പിടിപെട്ടു. മണലാരണ്യത്തിന്റെ ചൂടിൽ രോഗത്തിന്റെ തണുപ്പ് ആ മാതൃശരീരത്തെ വേഗം കീഴടക്കി. 6 വയസ്സുകാരനായ മകൻ മുഹമ്മദിനെ നോക്കി ഒരു പുഞ്ചിരി നൽകാൻ പോലും കഴിയാത്ത വിധം അവർ ക്ഷീണിച്ചു. മാതൃത്വത്തിന്റെ ചൂട് അടുത്തറിയാനുള്ള ഭാഗ്യം ഏറെ കാലമൊന്നും ആ കുഞ്ഞിനുണ്ടായിരുന്നില്ല. അവസാനമായി തന്റെ പ്രിയപ്പെട്ട മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമിന ബീവി ആ മരുഭൂമിയിൽ കണ്ണടച്ചു. ദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. ദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. ആരോരുമില്ലാത്ത പൈതലിനെ ആരാര് തുണയേകും തമ്പുരാനെ. ആരോരുമില്ലാത്ത പൈതലിനെ ആരാര് തുണയേകും തമ്പുരാനെ. തൗഹീദിന്റെ മധുരം ലോകത്തിന് വിളമ്പി തീർക്കാൻ ആ പുണ്യജീവിതം താണ്ടിയ വഴികൾ ചോരയും കണ്ണീരും തീർന്ന കനൽ വഴികളായിരുന്നു. ഭ്രാന്തനെന്ന് വിളിച്ചു, കള്ളനെന്ന് മുദ്രകുത്തി, സ്വന്തം പിതൃവ്യം പോലും പരസ്യമായി ശാപവാക്കുകൾ ചൊരിഞ്ഞപ്പോഴും ആ ഹൃദയം തകർന്നില്ല. പകരം ആ വേദനകളെ അദ്ദേഹം ക്ഷമയുടെ പാലായി മനസ്സിൽ സൂക്ഷിച്ചു. അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകർ കൺമണി തോഹ റസൂലുള്ളാഹ്. അല്ലാമീനിൻ്റെ സൗരഭ്യമേറുന്ന മദയിന്നൊരു നാളും അതിരില്ല. അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചക കൺമണി തോഹ റസൂലുള്ളാഹ്. അൽ-ആമീനിൻ്റെ സൗരഭ്യമേറുന്ന മദഹിന്നൊരു നാളും അതിരില്ല. മദനി സുഗന്ധം മരുവിൽ വസന്തം, മരുവിൽ വിരിഞ്ഞ നീലമുല്ല. കൊതിയേറും ചന്തം കവിളിൽ സുഗന്ധം, മരുവിൽ വിരിഞ്ഞ നീലമുല്ല. തിരുദൂതർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഖദീജ ബീവിയെ മംഗളം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മക്കയിൽ ആഘോഷങ്ങളുടെ കുളിർമയ പെയ്യുകയാണ്. അതേ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും ഹുവൈലിദിന്റെ മകൾ ഖദീജയും പുതുജീവിതം ആരംഭിക്കുകയാണ്. റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തുളിവായിലെങ്കും അരുണെന്നെ പുണർന്ന്. റജബി ഖദീജത്തുങ്കൾ കനവാലേറി വന്ന് റഹ്മത്തുളിവായിലെങ്കും അരുണെന്നെ പുണർന്ന്. അജബാറാണ് വിണ്ണും അരുളും ഏറെ ചന്തം, അടരാടി തമസിൽ നെറുമിന്നൂറ് ചന്തം. ശറഫാത്തിരുകിറുഫാം ഇവർ പാടി വസന്തം, തൂകി സുഗന്ധം, പാടി വസന്തം, തൂകി സുഗന്ധം. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പ്രയാണം ഉച്ചവരെയും മുടവേറെയും അടക്കം സ്വന്തം മണ്ണും നാടും വീടും എല്ലാം ഉപേക്ഷിക്കപ്പെടുകയാണ്. ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിലെ പുതിയൊരു അധ്യായം ഇവിടെ തുറക്കപ്പെടുകയാണ്. മുത്തുനബിയുടെ ദഅവതന്ന് മെച്ചമായൊരു നേരം, മുമ്പർ നബിയുടെ തലയറുക്കാൻ ഒത്തുചേർന്നവർ വേഗം. മുർത്തള നബിയോരെ മുശ്രിക്കുകൾ വളഞ്ഞ കാലം,
സംഭവൻ വഹിയെത്തിടുന്നു പോണം ത്വയ്ബയിൽ വേഗം മുത്തുനബിയുടെ ദഅവ തന്ന് മെച്ചമായൊരു നേരം മുമ്പർ നബിയുടെ തലയറുക്കാൻ ഒത്തുചേർന്നവർ വേഗം. ആ മഹാമനുഷ്യന്റെ ദേഹം തീച്ചൂള പോലെ പനിച്ചുയർന്നു. കാരണം 4 വർഷം മുമ്പ് ഖൈബറിൽ വെച്ച് ഭക്ഷിച്ച വിഷത്തിന്റെ അദൃശ്യമായ മുറിവ് ആ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ മുറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം തേടി. ചുമരുകൾ ഇപ്പോൾ ആ വിടവാങ്ങലിന്റെ ഭാരം താങ്ങാനാവാതെ വിറച്ചു. കണ്ണുകൾ മുകളിലോട്ടുയർന്നു. ഈ ലോകത്തിന്റെ സൗഹൃദങ്ങളല്ല, മറിച്ച് സൃഷ്ടാവുമായുള്ള അനന്തമായ സൗഹൃദം കാത്തിരിക്കുന്നു. ആ നിമിഷം പ്രപഞ്ചം നിശ്ചലമായതുപോലെ, ഒരു കൊടുങ്കാറ്റടങ്ങിയതുപോലെ ശാന്തമായി ആ പുണ്യജീവൻ ഈ ഭൂമിയുടെ ബന്ധനങ്ങൾ ഭേദിച്ച് മുകളിലേക്കുയർന്നു. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിന്റെ ഹാലും നീല കണ്ട് ആലു സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിന്റെ ആലും നീല കണ്ട് ആലു സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പയെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് ആളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. ഞാൻ എൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന ഉപ്പുവെള്ളം തുടച്ചു മാറ്റി. ഇതൊരൊറ്റപ്പെട്ട കണ്ണീരല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ജനിച്ചു പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഓരോ വിശ്വാസിയുടെയും നെടുവീർപ്പാണത്. ഓരോ സഹാബിയെ കുറിച്ച് കേൾക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ ഒരു മുള്ളു കൊള്ളും. ഞാൻ സ്വഹാബിയല്ല, പക്ഷേ പ്രവാചകന്റെ സഹോദരനാകാൻ എനിക്ക് മോഹമുണ്ട്. സ്നേഹിച്ചതുപോലെ ദീനിനെ സ്നേഹിച്ച് ഈ ഇരുണ്ട ലോകത്ത് ഒരു തിരുനാളം പോലെ ജീവിച്ചാൽ ഒരു പക്ഷേ നാളെ മഹ്ശറയിൽ വെച്ച് ആ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും ഇടം നേടിയേക്കാം. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗം പങ്കുവെക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.